ഹായ് ഫ്രണ്ട്സ്, നല്ല മുരിഞ്ഞ ദോശ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. പക്ഷേ ഇന്ന് നമ്മളൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കുന്നത്. ഈ ദോശയ്ക്ക് ഒരു ചമ്മന്തിയോ ചട്നിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ദോശ മാത്രം മതി. ഇതിൽ ഞാൻ ചീസും കൂടെ ആഡ് ചെയ്തിട്ട് വളരെ അടിപൊളി ടേസ്റ്റിലാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. ഒരു 2 ദോശ തന്നെ ധാരാളം നമ്മുടെ വയറ് നിറയാൻ. അപ്പോൾ വരൂ, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂവാസ് യമി റെസിപ്പീസ്. ഞാൻ സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ടൊരു 1/2 സ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് നിങ്ങൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നും ഒരു 1/2 സ്പൂൺ വീതം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലോട്ട് 5 ചെറിയുള്ളി കഷ്ണങ്ങളായി മുറിച്ചതും ഒരു 3-4 വെളുത്തുള്ളി ചെറുതും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി 2 ഉണക്കമുളകും ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ നിറം ആകുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു സ്പൂൺ, അതല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കണക്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അങ്ങനെ 2 മിനിറ്റ് നേരം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് ചൂട് കുറയാനായിട്ട് അനുവദിക്കാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ കുറച്ചുകൂടി ഒരു സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഉള്ളി കഷ്ണങ്ങളെ അരിഞ്ഞത്, ഒന്നോ ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണം, അല്ലെങ്കിൽ ഒരൊറ്റ വലിയ ഉള്ളി, ഒരു തക്കാളി, ഒരു 4 ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 1 മിനിറ്റ് നേരത്തേക്ക് സോട്ട് ചെയ്താൽ തന്നെ മതിയാകും. ലോ ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നാരങ്ങ നീര് ഒരു 4 ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നമ്മൾ ആദ്യം മസാല ഒന്ന് സോട്ട് ചെയ്ത് വെച്ചതിനെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ. അതിലോട്ട് ഒരു 3/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ അതിലോട്ടൊരു 1/4 സ്പൂൺ മതി, 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ബട്ടർ സോൾട്ടഡ് ബട്ടറാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി, അല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദ മാവ്, ഇത് 3 ഏതെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചീസ്, മൊസറല്ല ചീസോ അല്ലെങ്കിൽ ചീസ് സ്ലൈസ് കഷ്ണങ്ങളെ മുറിച്ചതോ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് മൊസറല്ല ചീസാണ്. നമ്മളുടെ മൊസറല്ല ചീസും ചെഡാർ ചീസും നമുക്ക് 100 രൂപയ്ക്കെല്ലാം പാക്കറ്റ് അവൈലബിൾ ആണ്. ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം. ഇതേപോലെ ബോയിൽ ചെയ്ത് ബബിൾസ് ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ദോശ പാൻ, തവയിൽ ദോശ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് നിങ്ങൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യും അപ്ലൈ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി നല്ലത് ബട്ടറാണ്. ബട്ടർ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാലയുടെ പേസ്റ്റ് കറക്റ്റ് 1 സ്പൂൺ ഇട്ടതിന് ശേഷം അത് എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനോട്ട് നമ്മൾ സോസ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ മസാല ദോശയ്ക്കെല്ലാം വെച്ച് കൊടുക്കുന്ന പോലെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതിലോട്ട് ഒരു 2 സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചീസ് മിൽക്ക് സോസും കൂടി ഒരു 2 സ്പൂണോ 3 സ്പൂണോ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് നേരത്തിനുള്ളിൽ തന്നെ ഇതേപോലെ അത് ഉരുക്കി വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ദോശ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ എടുത്തേക്കാം. ഡബിൾ സൈഡ് നമ്മൾ ചൂടാക്കണം എന്നില്ല. നമ്മുടെ ഇതേപോലെ മറ്റുള്ള ദോശയും കൂടി നിങ്ങൾ ചെയ്തെടുക്കാം.
ഏകദേശം 2-3 ദോശ തന്നെ ഒരാൾക്ക് ധാരാളമാണ്, ചീസും വെജിറ്റബിൾസും എല്ലാം ഉള്ളത് കാരണം. അപ്പോൾ നമ്മുടെ ചീസ് സൂപ്പർ ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഡയറക്റ്റ് കഴിക്കുന്നതിനേക്കാൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ. ഇത് നിങ്ങൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. പിന്നെ ചൂടാറിപ്പോയ ചീസ് മെൽറ്റ് ആയതിൻ്റെ ടേസ്റ്റ് ഇല്ലാണ്ടാവും. വളരെ ടേസ്റ്റുള്ള ഈ ദോശ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ചീസ് ദോശ ഇതുവരെ കഴിക്കാത്തവർ എന്തായാലും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ സജഷൻസും പിന്നെ മറ്റും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.